നമസ്കാരം. സഹനങ്ങൾക്കപ്പുറം വിജയമുണ്ട് എന്നതൊരു പ്രതീക്ഷയാണ്. രോഗത്തിനപ്പുറം സൗഖ്യമുണ്ട് എന്നത് ഒരു പ്രതീക്ഷയാണ്. നിരാശയുടെ പടുകുഴിയിലേക്ക് ആണ്ടുപോകാതെ ഓരോ വ്യക്തിത്വത്തെയും കൈപിടിച്ചു നടത്തുന്നത് പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയുടെ നാളം അണഞ്ഞു പോയാൽ പിന്നെന്ത് ജീവിതം? ചേർത്ത് വയ്ക്കേണ്ട ആ നന്മഭാവത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഉയർപ്പ് തിരുനാൾ പകർന്നു നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. സഹനങ്ങൾക്കപ്പുറം വിജയത്തിൻ്റെ നല്ല നാളുകൾ കാത്തിരിക്കുന്നുണ്ട്. ഈസ്റ്റർ പങ്കുവയ്ക്കുന്ന വലിയ സന്ദേശം, മൂന്നാം നാളിൻ്റെ ഉയർപ്പ് എന്ന വലിയ സന്ദേശം ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ചേക്കാം. ഇന്ന് സഹനത്തിൻ്റെ വേദന അനുഭവിച്ചേക്കാം. ഒഴിവാക്കലിൻ്റെ, അവഗണിക്കലിൻ്റെ, ഒറ്റപ്പെടുന്നതിൻ്റെ വേദനയൊക്കെ നാം അനുഭവിച്ചേക്കാം. നിരാശയുടെ ഭാവം വളരെ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് നമ്മെ നയിച്ചേക്കാം. പക്ഷേ ഉള്ളിലെന്നും ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നാം ഉയർത്തെഴുന്നേൽക്കും. ശിരസ്സുയർത്തി നാം യാത്ര തുടരും. കാരണം നമുക്ക് ജയിച്ചേ മതിയാകൂ. നമുക്ക് ഉയർത്തെഴുന്നേറ്റേ മതിയാകൂ. അതെ, അത്തരത്തിലുള്ള നല്ല നാളുകൾ കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയുടെ അഗ്നി ഉള്ളിൽ എന്നും ജ്വലിച്ചു തന്നെ നിൽക്കട്ടെ. എല്ലാ സുഹൃത്തുക്കൾക്കും ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹത്തോടെ നേരുന്നു ശുഭദിനം. ഹാപ്പി ഈസ്റ്റർ.